ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഫ്രോം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്കിത് എങ്ങനെ ചെയ്യാം? കുറച്ച് ലെങ്തിയാണ്. എക്സാമിന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. സോ y ഈക്വൽ ടു ടാൻ എക്സ്. നമുക്ക് dy ബൈ ഡി എക്സ് കാണണം. ഇപ്പോൾ dy ബൈ ഡി എക്സ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാമോ? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, ശരിയല്ലേ? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ എച്ച് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്സ് എന്നുള്ള ലെറ്റർ മാറ്റിയിട്ട് പകരം എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി. റൈറ്റ് സൈഡിൽ എക്സ് മാറ്റി പകരം എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. റൈറ്റ് സൈഡ് ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ആവും. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ഓൾ ഡിവൈഡ് ബൈ എച്ച് വരും. ഇത് ക്ലിയർ ആയല്ലോ? ഇത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ടാൻ എ മൈനസ് ടാൻ ബിക്ക് ഫോർമുലയില്ല. ടാൻ എ മൈനസ് ടാൻ ബിക്ക് ഫോർമുലയില്ല. ചെയ്യാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ടാൻ എക്സ് പ്ലസ് എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. മൈനസ് ഇവിടുത്തെ ടാൻ എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഓൾ ഡിവൈഡ് ബൈ എച്ച്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട് ഇവിടെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അതായത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ചെയ്യണ്ടേ? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യണം. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് all divided by cos x plus h into cos x. Cos x plus h into cos x all divided by h കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ലിമിറ്റ് h ടെൻഡിങ് ടു 0 ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഓർമ്മയുണ്ടോ? ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് വേണമെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറയാം. ന്യൂമറേറ്റർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു റിസൾട്ട് ഉണ്ട്. ഈ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഫസ്റ്റ് ആംഗിളില്ലേ, ഞാൻ അതിനെ എ എന്ന് വിളിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആംഗിളിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. ഇനി ഒന്ന് വായിച്ചത് സൈൻ എ കോസ് ബി. എക്സ് പ്ലസ് എച്ചിനെ എ എന്ന് വിളിക്കുകയാണ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എച്ച് എ ആണ്, എക്സ് ബി ആണ്. തൽക്കാലം അങ്ങനെ വായിച്ചാൽ നമുക്കൊരു ഫോർമുല പോലെ തോന്നും ഇല്ലേ? എക്സ് പ്ലസ് എച്ചിനെ എ എന്ന് എഴുതി, എക്സിനെ ബി എന്ന് എഴുതി. ഇനി വായിച്ച് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ട്രിഗണോമെട്രിയിൽ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ അവിടെ എഴുതി കാണിച്ചു തരാം. ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇങ്ങനൊരു റിസൾട്ട് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ അതൊന്ന് ബൈ ഹാർട്ടാക്കി വെച്ചേര്. അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. അപ്പോൾ ഇത് സൈൻ എ മൈനസ് ബി ഫോമിലായല്ലേ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബി ആണ്. സൈൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ്. ന്യൂമറേറ്റർ സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷനാണ്.
താഴെ എന്ത് വരും? ഡിവൈഡഡ് ബൈ, എഗെയിൻ ഡിവൈഡഡ് ബൈ വരുമ്പോൾ ഈ താഴെയുള്ള ഈ രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്യും. എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ന്യൂമറേറ്ററിൽ ഈ എക്സും ഈ മൈനസ് എക്സും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എസ് ടെൻഡിങ് ടു 0. എക്സും മൈനസ് എക്സും വെട്ടിപ്പോയാൽ ന്യൂമറേറ്ററിൽ സൈൻ എച്ച് വരും. താഴെ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് വരും. ഞാൻ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവാണ്. ചെറിയൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ സൈൻ എച്ച് ബൈ എച്ച് ഇല്ലേ, കാണുന്നുണ്ടല്ലോ, അത് അടുത്തടുത്തിരിക്കട്ടെ. സൈൻ എച്ച് ബൈ എച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്താം. പിന്നെ 1 അല്ലേ, റിമൈനിങ് ടേം 1 എന്നും പറഞ്ഞ് എഴുതാം. ഞാൻ എഴുതി കാണിച്ചു തരാം, ശരിയല്ലേ നോക്കിക്കോ. 1 കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്, ശരിയല്ലേ നോക്കിയേ. ന്യൂമറേറ്റർ സൈൻ എച്ച് ഇൻറ്റു 1, സൈൻ എച്ച് തന്നെയാണ്. താഴെ എച്ച് ഇൻറ്റു കോസ് ഓഫ് ദിസ് ഇൻറ്റു കോസ് എക്സ്, കറക്റ്റാണ്. എച്ചിന് 0 കൊടുക്കുമ്പോൾ സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. തീറ്റ ടെൻഡിങ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണ്. അങ്ങനെ റിസൾട്ട് ഉള്ളതാണ്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈൻ എച്ച് ബൈ എച്ച് വന്നു, അത് 1 ആയി. ഇവിടെ എച്ചിന് 0 കൊടുക്കുക. 1 എച്ചിന് മാത്രം 0 കൊടുക്കുമ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, എച്ച് 0 ആയി പോയല്ലോ. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്. 1 കോസ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതായത് 1 കോസ് സീക്ക് ആണല്ലോ. 1 കോസ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ്.